പ്രസാദ് ഭിക്ഷയെടുത്ത് കിട്ടുന്ന പൈസയിലാണ് എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് ജീവിതം നടത്തിക്കൊണ്ടിരുന്നത്. എന്നത്തെയും പോലെ അന്നും പ്രസാദ് ഭിക്ഷയെടുക്കാനായി പോയി. പക്ഷെ ആരും അവനെ സഹായിച്ചില്ല. ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു. അതുമാത്രമല്ല, അന്ന് വെയിലും കൂടിയതുകൊണ്ട് അവൻ അവിടെ തന്നെ തലകറങ്ങി വീണു. അപ്പോ തൈര് വിൽക്കുന്ന ശാരദ എന്നുള്ളവർ അതിലെ ചെന്ന് അവിടെ തലകറങ്ങി താഴെ വീണ അവനെ കണ്ടു. മോനെ, എന്തു പറ്റി മോനെ? മോനെ, ഒന്ന് എഴുന്നേക്ക് മോനെ. അപ്പോ പ്രസാദ് കണ്ണു തുറന്നു നോക്കി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതുകൊണ്ട് ഞാൻ തലചുറ്റി താഴെ വീണതാ. അയ്യോ, അങ്ങനെയാണോ? കുറച്ച് മോര് കുടിക്കുമോനെ. ശാരദ കൊടുത്ത് ആ മോര് കുടിച്ചു പ്രസാദ്. ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാതായി. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ ഭിക്ഷയെടുക്കുന്നതിൽ എന്ത് കിട്ടും? എന്തെങ്കിലും നല്ല പണി ചെയ്തുകൂടി നിനക്ക്? എനിക്ക് ആര് ജോലി തരാനാ അമ്മേ? ശരി, എന്റെ അടുത്ത് പണിയെടുക്കുന്നോ? ശരി, ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത് പറയൂ. ഞാൻ ദിവസം നിനക്ക് മോര് കലം തരാം. ആ മോര് വിറ്റ് പൈസ കൊണ്ടുവാ. ഹാ, ശരി. ശാരദ പ്രസാദിനെ അവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ അവന് നല്ല തുണികളും എടുത്തു. വീട്ടിൽ പോയതിനു ശേഷം പ്രസാദ് നന്നായി കുളിച്ചു കഴിഞ്ഞ് ശാരദ കൊടുത്ത ഡ്രസ്സും ഇട്ടു. ശാരദ അവനു വേണ്ടി നല്ല ഭക്ഷണവും ഉണ്ടാക്കിക്കൊടുത്തു. ആ ദിവസം അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ ശാരദ 2 മോരുകലവും കഴിക്കാനായി ഭക്ഷണവും റെഡിയാക്കി വെച്ചു. ഇവിടെ നോക്കുമോനി, ഈ മോരുകലം ചന്തയ്ക്ക് കൊണ്ടുപോയി അത് വിറ്റ് പൈസ കൊണ്ടുവാ. അത് കഴിഞ്ഞ് പ്രസാദ് ശരിയെന്ന് പറഞ്ഞ് ആ മോരുകലവും കഴിക്കാൻ ഭക്ഷണവും എടുത്തുകൊണ്ട് അവിടുന്ന് ചന്തയ്ക്ക് പുറപ്പെട്ടു. അവൻ ചന്തയിൽ വെച്ച് വിൽക്കാൻ തുടങ്ങി. പക്ഷേ ചില ആളുകൾ മാത്രമേ മോര് കുടിക്കാൻ വന്നുകൊണ്ടിരുന്നത്. പല ആളുകൾ അടുത്തുള്ള കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനാണ് പോയിക്കൊണ്ടിരുന്നത്. വൈകുന്നേര സമയമായതും ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിൽ വന്ന പ്രസാദിനെ നോക്കി ശാരദ ഇങ്ങനെ ചോദിച്ചു. വന്നോ മോനെ? മോരൊക്കെ വിറ്റോ? ഇല്ല, ആരും വാങ്ങിച്ചില്ല. എല്ലാവരും കൂൾ ഡ്രിങ്ക്സ് കടയിലേക്ക് പോയാണ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്. ശരി മോനെ, നീ പോയി കുളിച്ചിട്ട് വാ. നിനക്ക് ഭക്ഷണം തരാം. ശാരദ പറഞ്ഞതുപോലെ പ്രസാദ് കുളിക്കാൻ ചെന്നു. പ്രസാദിനു വേണ്ടി ശാരദ രുചിയുള്ള ചൂടായ ഭക്ഷണം റെഡിയാക്കി. പ്രസാദ് വന്നതിനു ശേഷം രണ്ടുപേരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മേ, നമുക്കും ഒരു ഫ്രിഡ്ജ് വാങ്ങിയാലോ? ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് നല്ല തണുത്ത മോര് വിൽക്കാം. ഇപ്പോൾ നല്ല വെയിലല്ലേ? എല്ലാവരും തണുത്ത വെള്ളമാ ചോദിക്കുന്നത്. പ്രസാദ് അങ്ങനെ പറഞ്ഞപ്പോൾ ശാരദയും ശരിയെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഒരു ഫ്രിഡ്ജ് വാങ്ങി മോരെടുത്ത് ആ ഫ്രിഡ്ജിൽ വെച്ചു. പ്രസാദ് ആ ഫ്രിഡ്ജും മോരും എടുത്തുകൊണ്ടുപോയി. ചന്തയിൽ ഫ്രിഡ്ജ് വെച്ച് അവൻ മോര് വിൽക്കാൻ തുടങ്ങി. ഒരുപാട് പേർ വന്ന് ആ മോര് കുടിച്ച് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. അന്ന് പ്രസാദ് മോരൊക്കെ വിറ്റ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന പ്രസാദിനെ നോക്കി ശാരദ ഇങ്ങനെ ചോദിച്ചു. എന്താ മോനെ, വളരെ സന്തോഷത്തിലാണല്ലോ? അതെ, ഇന്ന് എല്ലാ മോരും വിറ്റു. അതെയോ? അപ്പൊ നല്ല ഉപയോഗമുണ്ട് തോന്നുന്നു. നമ്മുടെ വ്യാപാരം നന്നായി നടക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതും ശരിയാണ്. പ്രസാദ് വന്നതിനു ശേഷം വ്യാപാരം നന്നായി നടക്കാൻ തുടങ്ങി. അങ്ങനെ നാളുകളും കടന്നുപോയി. ശാരദ ഒരുപാട് പൈസ സമ്പാദിച്ചു. ഒരു ദിവസം പ്രസാദ് ശാരദയോട് വന്ന് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് പണം വേണം. ഇപ്പൊ എന്തിനാ മോനെ പൈസ? ആവശ്യമില്ലാത്ത ചിലവല്ലേ? ഞാൻ സമ്പാദിച്ച പണമല്ലേ ഞാൻ ചോദിക്കുന്നത്. ഈ വ്യാപാരത്തിന് മൂലധനം നൽകിയത് ഞാനല്ലേ? പണം നിങ്ങളുടേതാണ്, എന്നാൽ കഷ്ടപ്പാട് എന്റേതല്ലേ? ഞാൻ 1 രൂപ പോലും തരില്ല. നീ ആരോട് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തു. ശാരദ അങ്ങനെ പറഞ്ഞതിനു ശേഷം പ്രസാദ് ദേഷ്യത്തിൽ അവിടുന്ന് പുറത്തുപോയി. അത് കഴിഞ്ഞ് ശാരദ മോരിന്റെ വ്യാപാരം അവൾ തന്നെ നോക്കാൻ തുടങ്ങി. മനസാക്ഷിയില്ലാതെ പ്രസാദിനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. പ്രസാദും ഒന്നും ചെയ്യാനാകാതെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൻ റോഡിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കാരണം സഹായം കിട്ടിയ ശേഖർ എന്ന ആൾ അവന്റെ അടുത്ത് വന്ന്, പ്രസാദ്, എന്തുപറ്റി? നല്ല വിഷമത്തിലാണല്ലോ. ഇത്രയും നാളും ഞാൻ ചെയ്ത ജോലിയും എല്ലാ കഷ്ടപ്പാടും വേസ്റ്റായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യം നീ കാര്യമെന്താണെന്ന് പറ. പ്രസാദ് അല്ല ശേഖരോട് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. നീ വിഷമിക്കണ്ടെന്നേ, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ശേഖർ അറിയുന്ന ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി കടനായി പ്രസാദിന് കൊടുത്തു. ആ പൈസ വാങ്ങിയിട്ട് അവൻ അറിയുന്ന മോര് വ്യാപാരം പ്രസാദ് തുടങ്ങി. മോര് വ്യാപാരം നന്നായി നടന്നുകൊണ്ടിരുന്നു. പക്ഷെ പ്രസാദിന് ഒരുപാട് വിഷമം തോന്നി. അവൻ മോര് മാത്രമല്ലാതെ തൈരിൽ ലസ്സി ചെയ്യാനും തുടങ്ങിയിരുന്നു. അവൻ ചെയ്ത ലസ്സി വളരെ ടേസ്റ്റി ആയിരുന്നു. അന്നു മുതൽ അവൻ മോര് വ്യാപാരം നിർത്തിയിട്ട് ലസ്സി വ്യാപാരം തുടങ്ങി. അങ്ങനെ ചില നാളുകളിൽ തന്നെ അവന്റെ ലസ്സി വ്യാപാരം നന്നായി നടക്കാൻ തുടങ്ങി. അവൻ വാങ്ങിയ കടവും അവൻ തിരിച്ചടച്ചു. പിന്നെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒരു വീടും അവനു വേണ്ടി പണിതു. ഒരു നല്ല പെൺകുട്ടിയെ കല്യാണവും കഴിച്ചു. അവന്റെ ഭാര്യ വന്നതിനു ശേഷം വ്യാപാരത്തിന്റെ ഉത്തരവാദിത്തവും അവന്റെ ഭാര്യയ്ക്കും കൊടുത്തു.
അവന്റെ ലസ്സി വ്യാപാരം വളരെ ഫേമസ് ആയി. അങ്ങനെ തന്റെ ആരംഭകാലത്ത് സഹായം ചെയ്ത ശേഖറിന് അവൻ കുറച്ച് പൈസയും കൊടുത്ത് അവന്റെ ജോലിയിൽ അവനെയും പാർട്ട്ണറാക്കി. ഈ കാര്യം ശാരദയ്ക്ക് അറിഞ്ഞു. ഇത് അറിഞ്ഞത് ശാരദ ഒരുപാട് സന്തോഷിച്ചു. ഒരു ദിവസം പ്രസാദന്റെ വീട്ടിലേക്ക് പ്രസാദിനെ കാണാൻ ചെന്നു. ശാരദയെ കണ്ട് പ്രസാദും ഒരുപാട് സന്തോഷിച്ചു. എന്താ മോനെ, നിനക്ക് സുഖമല്ലേ? എന്നെ മുഴുവനായി നീ മറന്നു കളഞ്ഞോ? വേറെ ഒന്നുമല്ലമ്മേ, കുറച്ച് ജോലിയുണ്ടായിരുന്നു, അതിൽ ഞാൻ ബിസിയായിരുന്നു. എന്നെ മറന്നുപോയോന്ന് വിചാരിച്ചു. അതിരിക്കട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്റെ മരുമകൾ എവിടെ? പ്രസാദ് തന്റെ ഭാര്യയായ ശാന്തിയെ വിളിച്ച്, അമ്മ, ഇതാണ് നിങ്ങളുടെ മരുമകൾ ശാന്തി എന്ന് പറഞ്ഞു. പെൺകുട്ടി സ്വർണ്ണ പാവ പോലുണ്ട്. നീ ഭയങ്കര ഭാഗ്യശാലിയാണടാ. പിന്നെ കുട്ടികളോ? ഇപ്പോൾ ഇവൾ ഗർഭിണിയാണ്. ഓഹോ, അതെയോ? വളരെ നല്ലത് മോനെ. അമ്മേ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ജീവിച്ചുകൂടാ? ഇല്ല മോനെ, ആരെവിടെയുണ്ടാകണമോ അവിടെ ഉണ്ടാകണം. ശരിയമ്മേ, അമ്മയുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇവിടെ വരാൻ തോന്നുന്നോ അപ്പോഴെല്ലാം വന്നോളൂ. ശരി മോനെ, ഞാൻ പുറപ്പെടട്ടെ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് വൈകി. പ്രസാദ് തന്റെ സുഹൃത്ത് ശേഖറിനോട് അവരെ വീട്ടിൽ വിട്ടിട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ തിരിച്ചു വന്ന ശേഖർ ഇങ്ങനെ ചോദിച്ചു, ആരാണവർ? അതാണ് ശാരദാമ്മ. നിന്നോട് വീട്ടിൽ നിന്നും വെളിയിൽ പോകാൻ പറഞ്ഞില്ലേ, അവരാണോ അത്? ആ, അവർ തന്നെ. അവരെന്തിനാണ് ഇവിടേക്ക് വന്നത്? അന്ന് അവർ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ സൗഭാഗ്യം കിട്ടില്ലായിരുന്നു. അവർ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ മര്യാദ കൊടുക്കുന്നത്. അവന്റെ ഭാര്യയുടെ സഹായത്താൽ, പിന്നെ സുഹൃത്ത് ശേഖറിന്റെ സഹായത്താൽ ഇപ്പോ പ്രസാദ് വളരെ സന്തോഷത്തോടെ നന്നായി ജീവിച്ചുകൊണ്ടിരുന്നു. അവൻ അവന്റെ ഭാര്യയോടൊപ്പം അവന്റെ ജീവിതം നന്നായി ജീവിച്ചുകൊണ്ടിരുന്നു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.